ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റതാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി എല്ലാ ദിവസവും എണീക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് എന്തായാലും ചാനലുണ്ടല്ലോ, വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വുളൂ ചെയ്ത്, ചെറിയ കുഞ്ഞു മോനുണ്ട്, അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഒന്ന് നല്ല ഒച്ചപ്പെടാതെ പുറത്തേക്ക് പോയി ലൈറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും അധികം ആളും ദുആ ചെയ്യാൻ പറയാറുണ്ട്. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി ആ പാതിരാ സമയത്ത് ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവിൻ്റെ പരമാവധി എഴുന്നേൽക്കാൻ കഴിയുന്നവരൊക്കെ എഴുന്നേറ്റ് തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിക്കണം. അതിനോളം വലിയ നല്ല കാര്യം വേറെയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ കഴിവിൻ്റെ പരമാവധി എല്ലാ ദിവസവും എഴുന്നേറ്റ് നിർവഹിക്കാറുണ്ട്. നിങ്ങൾക്കും നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിർവഹിക്കണം. അപ്പോൾ നിസ്കാര ശേഷം ബാങ്ക് കൊടുക്കുന്നവരെ കുറച്ച് ഖുർആനൊക്കെ ഓതി, കുറച്ച് ദിക്റുകളൊക്കെ എടുത്ത് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് അപ്പോൾ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകണം. ഇന്ന് ദോശയാണ് നാസ്തക്ക് ഉണ്ടാക്കുന്നത്. ഉമ്മാക്ക് വേണ്ടി കഞ്ഞി വെക്കുന്നതാണ്. ചെറിയ മോനും ഉണ്ട്, മോനുണ്ട്. കർക്കിടകമൊക്കെ ആയതുകൊണ്ട് മോള് 1-2 ആഴ്ച താമസിക്കാൻ. അപ്പോൾ അവർക്ക് വേണ്ടി കഞ്ഞി വെക്കുന്നുണ്ട്. ഉമ്മാക്ക് രാവിലെ കഞ്ഞി കുടിക്കണം. രാവിലെ തന്നെ 12 മണിക്ക് ഉമ്മ കഞ്ഞി കുടിക്കും. അപ്പോൾ ദോശ ഉണ്ടാക്കണം. എൻ്റെ അടുക്കളയിലെ ചെടിയാണിതൊക്കെ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വലിയ മത്തി, കുറച്ചൊന്ന് മത്തിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുറിക്കണം, കറി വെക്കണം, ദോശ ഉണ്ടാക്കണം. എല്ലാവരും ചോദിക്കും എന്താണ് ഇത്രക്കായിരം ജോലി എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് സ്ത്രീകളായ നമ്മളെ വീട്ടമ്മമാരുടെ ജോലി. കുഞ്ഞുമക്കളെ നോക്കണം, കിച്ചണിൽ ജോലി ചെയ്യണം. ഇപ്പോൾ ഓരോ ദോശ ചുട്ടെടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുമോന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാ ജോലിയും ചെയ്യണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവനെയും കൊണ്ട് കളിക്കണം. അപ്പോൾ ഉമ്മാക്ക് ദോശയൊക്കെ കൊടുത്ത് ഉമ്മ ദോശയൊക്കെ തിന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുകുട്ടി എഴുന്നേറ്റ് അവന് കഞ്ഞിയൊക്കെ കൊടുത്ത് അവനെ തൊട്ടിലിട്ട് ആട്ടി ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊക്കെ ചിരവി കുറച്ച് പെരുംജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് തേങ്ങ അരച്ച്, ഉമ്മാക്ക് എരിവില്ലാത്ത കറിയാണ് വേണ്ടത്. അതിൽ നിന്നും കുറച്ച് ഉമ്മാക്ക് കറി വെക്കും. മീനൊക്കെ നല്ല ഫ്രഷാക്കി, മീൻ മുട്ടയുണ്ട് ഇഷ്ടം പോലെ. അപ്പോഴത്തേക്ക് ഉമ്മാനെ കഞ്ഞി കുടിക്കാൻ ഉമ്മ വന്നു. ഉമ്മാക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു. കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയിൽ തേങ്ങ അരച്ചെടുത്തു. 2 മത്തി എടുത്ത് ഉമ്മാക്ക് മാത്രം കറി വെക്കണം. കുറച്ച് വിനാഗിരിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട്, ചെറുപയർ പൊടിയും കൂടിയും ഞാൻ നമ്മുടെ മത്തി മുട്ടയിലിട്ടിട്ട് പൊരിച്ചെടുത്ത് നോക്ക്. നല്ലൊരു ടിപ്പാണ് ചെറുപയർ പൊടി. ആ മുളകിൻ്റെ കൂടെ ഒന്ന് ചെറുപയർ പൊടി ഇട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ക്രിസ്പിയും കിട്ടും. നല്ല രസമുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ബാക്കിയുള്ള മത്തി വരയിട്ട് അതും പൊരിക്കാനാക്കി. കുറച്ച് മത്തി കറി വെക്കാനും എടുത്ത്. കഞ്ഞിയൊക്കെ കുടിച്ച് പാത്രം കഴുകി വെക്കുന്നുണ്ട്. രണ്ട് തക്കാളിയും ഒരിത്തിരി പുളിയൊക്കെ ഇട്ട് ഉമ്മാൻ്റെ കറിയാണിത്. ഒരിത്തിരി തേങ്ങയും ഉമ്മാൻ്റെ കറിയിലൊഴിച്ച് ഉമ്മാൻ്റെ കറി ഗ്യാസിലവിടെ വെക്കണം. അത് പതച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരെയും കറിയിലേക്ക് കുറച്ചും കൂടിയും മുളക് പൊടി ഇട്ട് ഒന്നും കൂടിയും മിക്സിയിൽ അത് അരച്ചെടുക്കണം. 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടിയും നന്നായിട്ട് അരച്ചെടുത്ത് അത് ബാക്കിയുള്ളവരുടെ കറിയിലൊക്കെ ഒഴിച്ച്. കുറച്ച് എരിവാണ്ട് നമ്മുടെ കറിയിൽ. ഉമ്മാക്ക് തീരെ വേണ്ടാത്തത് കൊണ്ട് ഒരിത്തിരി ഉമ്മാക്ക് അരച്ചെടുത്തതാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കറിയും കൂടി നല്ല മത്തിച്ചാറും മത്തിയുടെ മുട്ട പൊരിച്ചതും മത്തി പൊരിച്ചതും പയറുപ്പേരിയും ചോറുമാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ഇനി നമുക്ക് മത്തിയുടെ മുട്ട ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം മുട്ട വേറെ തന്നെ കഴുകി മുളക് മസാലയൊക്കെ ഇട്ട് വെക്കലാണ് നല്ലത്. മത്തിയുടെ കൂടെ ഒരിക്കലും ചെയ്യരുത്, മുട്ടയിൽ മുളക് പിടിക്കില്ല. ഇത്തിരി ചെറുപയറും കൂടി ഇട്ടിട്ട് പൊരിച്ച് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ മത്തിയും വറുത്തെടുത്ത് നമുക്ക് പയർ വറുത്തെടുക്കണം. അപ്പോൾ അതും ഏകദേശം ആയി. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായി കഴുകി വെക്കണം. രാവിലെ എടുക്കുന്ന പണി ഒരു 12 മണി വരെ ഉണ്ടാവും. എല്ലാ പണിയും, ചോറും ചായയും കിച്ചൺ വൃത്തിയാക്കലും പാത്രം വൃത്തിയാക്കലും അടിച്ച് വാരലും തുടക്കലും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് 12 മണിയാവും. എന്നിട്ട് കുളിച്ച് ളുഹർ നിസ്കരിച്ച് അപ്പോഴത്തേക്ക് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് റെസ്റ്റാണ്. പിന്നെ വൈകുന്നേരം ചായ കുടിക്കണം. രാത്രിയത്തെ എന്തെങ്കിലും ദോശയോ ചപ്പാത്തിയോ ഉണ്ടാക്കി, അതൊക്കെയാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ജോലി. പെട്ടെന്ന് മടിയില്ലാതെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എടുക്കാം. മടിയോടെയാണെങ്കിൽ ആ പണി അവിടെ തന്നെ നിൽക്കും. നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ പാത്രമൊക്കെ ക്ലീനാക്കി വെക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. 3 വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ചാനലിൽ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും പാവങ്ങൾക്കൊക്കെ സഹായിക്കാമല്ലോ. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എത്തിയ മക്കളും പാവങ്ങളും ഒക്കെ. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മാസത്തിൽ 1000 രൂപ നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാമല്ലോ എന്ന് ചൊല്ലിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കിച്ചണൊക്കെ അടിപൊളിയായി ക്ലീനാക്കി ഞാൻ വെച്ചു. എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളെ കുട്ടി കുറുമ്പൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ പണിയൊക്കെ കഴിക്കണം. ആ കുറുമ്പൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് നടക്കണം, അവനെ കൊണ്ട് കളിക്കാമല്ലോ. അതാണ് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കുന്നത്. ഇനി എല്ലാ പണിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അടിച്ച് വാരി തുടച്ച് എന്നിട്ട് കുളിച്ച് ഫ്രഷാവും ഞാൻ. പിന്നെ വീട് മൊത്തം ഒന്ന് അടിച്ച് വാരി എടുക്കണം. ഇതൊക്കെയാണ് വീട്ടമ്മമാരുടെ പണി. അപ്പോഴത്തേക്ക് ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട്. ഉമ്മ വെയിലത്ത് തുണിയിട്ടിട്ടുണ്ട്, അതാണ് അവിടെ നിൽക്കുന്നത്.
അങ്ങനെ ചോറും കറിയും രാവിലത്തെ ചായയും കഞ്ഞിയും ഒക്കെ റെഡിയായി. ഇനി അടിച്ച് വാരിക്കഴിഞ്ഞ് എല്ലായിടത്തും തുടച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടി കുറുമ്പൻ ഇതാ എഴുന്നേറ്റിട്ടുണ്ട്. കുറുമ്പൻ എഴുന്നേറ്റ് കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ആട്ടി നോക്കി. എനിക്ക് ഈ തൊട്ടിൽ ഉറങ്ങലാണ് ഇഷ്ടം. ഇങ്ങനത്തെ തൊട്ടിൽ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.